63ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിലെ മദ്ദളം വിഭാഗത്തിൽ വലത്തേയറ്റത്ത് എൻ്റെ അടുത്ത് നിൽക്കുന്നത് കണ്ണൂർ സെൻറ്റ് ട്രീസ സ്കൂളിലെ ഹൈസ്കൂൾ വിദ്യാർത്ഥികളാണ്. ഇവർക്കാണ് എ ഗ്രേഡ് സമ്മാനം. അതോടൊപ്പം തന്നെ എൻ്റെ ഇടത്തേയറ്റത്ത് കൊല്ലം പാരിപ്പള്ളിയിലെ അമൃത സ്കൂളിലെ വിദ്യാർത്ഥികളുണ്ട്. ഇവർക്കും എ ഗ്രേഡാണുള്ളത്. നമുക്ക് ആദ്യം സെൻറ്റ് ട്രീസ സ്കൂളിലെ വിദ്യാർത്ഥികളിലേക്ക് പോകാം. നിങ്ങൾ എത്ര നാളത്തെ പരിശീലനമാണ്? അവസാനം എന്ത് തോന്നിപ്പോൾ എ ഗ്രേഡ് കിട്ടിയതിന് സന്തോഷം? ജൂൺ ലാസ്റ്റിന് തുടങ്ങിയതാണ് പ്രാക്ടീസ്. സന്തോഷമുണ്ട് കിട്ടിയതിന് എ ഗ്രേഡ് കിട്ടി. അതിനുശേഷം എങ്ങനെയായിരുന്നു നിങ്ങളുടെ ഓരോ ദിവസത്തെയും എത്ര മണിക്കൂറത്തെ പ്രാക്ടീസാണ് കാര്യങ്ങൾ? ഓരോ ദിവസവും നമ്മൾ ഒരു 3-4 പ്രാവശ്യം പ്രാക്ടീസ് ചെയ്യും ഒരു ദിവസം. അപ്പം നിങ്ങൾ റെഡിയാണോ? ഒരു ചെറിയ പോർഷൻ ഓഫ് പെർഫോമൻസ്. ഓക്കെ, അപ്പം നേരെ കിടക്കാം. പേരും കൂടെ പറഞ്ഞിട്ട് നമുക്ക് ചോദിക്കാം. എൻ്റെ പേര് കാർത്തിക. എത്രയല്ല പഠിക്കുന്നത്? ഞാൻ 10th. സമീര 10th. ദേവ്ന 10th. ഏമി 9th. ഓക്കെ, അപ്പോൾ ഇതാണ് ഒരു എ ഗ്രേഡ് കിട്ടിയ ടീം. നമുക്ക് അടുത്ത ടീമിലേക്കും കൂടെ പോകണം. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കൊല്ലം പാരിപ്പള്ളിയിലുള്ള ടീമാണ്, അമൃത സ്കൂളിലെ വിദ്യാർത്ഥികളാണ്. എന്താണ് പറയൂ, പരിചയപ്പെടുത്തുക. ഇത്രമാത്രം സന്തോഷമുണ്ട് എ ഗ്രേഡ് കിട്ടിയതിൻ്റെ? സന്തോഷം, വളരെ സന്തോഷമുണ്ട്, നല്ല അഭിമാനമുണ്ട്. ഓക്കെ, അപ്പം നിങ്ങൾ സാറുമായിട്ട് സംസാരിച്ചോ? എന്താണ് ഇപ്പോൾ നിലവിൽ? അമ്മയുടെ അച്ഛനോടൊക്കെ പറഞ്ഞോ? പറഞ്ഞു, വിളിച്ചു പറഞ്ഞു. എന്താണ് അവിടുത്തെ റെസ്പോൺസ്? നല്ല സന്തോഷമായിരുന്നു നമുക്ക്. ഓക്കെ, അപ്പം എന്താ നമുക്ക് ആദ്യം നിങ്ങളുടെ ഇൻട്രൊഡക്ഷനിലോട്ട് പോകാം. പേരെന്താണ്? അംബരീഷ്. എത്ര ക്ലാസ്? 10. അഖില് 10. ആദർശ് 10. അഭിലാഷ് 10. ഓക്കെ, അപ്പം നിങ്ങളുടെ പെർഫോമൻസും കൂടെ പോവാം. ഓക്കെ, റെഡി അല്ലേ? ഓക്കെ. നിറയുകയാണ് 63ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവം. ഇതുപോലുള്ള പ്രതിഭകൾ തന്നെയാണ് കേരള കലോത്സവത്തിന് തന്നെ മാറ്റുരയ്ക്കുന്നതും പ്രതിഭകളായി വലിയ വലിയ പ്രതിഭകളായി മാറുകയും ചെയ്യുന്നത്. ക്യാമറമാൻ ബിപിൻ മുരളിയോടൊപ്പം ഹരികൃഷ്ണൻ MS, ന്യൂസ്